ഹായ് ഫ്രണ്ട്സ്, ശ്രീ ഗൗതം അദാനിക്ക് സന്തോഷിക്കാം. സെബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നു. ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ട് ഉയർത്തിയ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്നും അദാനിക്കെതിരെ ഒരു നടപടിയും ആവശ്യമില്ല എന്നും സെബി തീരുമാനിച്ചിരിക്കുന്നു. ആരോപണം വന്നപ്പോഴേ അറിയാമായിരുന്നു. എന്തറിയാമായിരുന്നു? അടുത്ത തവണ BJP അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു കാരണവശാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതേസമയം BJP വീണിരുന്നെങ്കിൽ അദാനിയും വീണേനെ. ആ ഒപ്പം തന്നെ തെളിവുകൾ പുറത്തു വരും, അദാനി വീണേനെ. കാരണം അദാനിയെ സ്പോൺസർ ചെയ്യുന്ന ആരാണ് എന്ന് ഈ നാട്ടിലെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം. അതാണ് കാര്യം എന്ന് പറയുന്നേ. ഇതാ അദാനിക്ക് അനുകൂലമായ മറ്റൊരു വാർത്ത കൂടി. എന്താ? ബീഹാറിലെ ഭഗൽപൂരില് ഗൗതം അദാനി ആരംഭിക്കാൻ പോകുന്ന പവർ പ്രോജക്റ്റിന് 1020 ഏക്കർ ഭൂമി വെറും ₹1 വാടകയ്ക്ക് അടുത്ത 33 വർഷത്തേക്ക്. അവിശ്വസനീയമെന്നേ പറയാനുള്ളൂ. അതുകൊണ്ടാണ് BJP പറയുന്നത് കേന്ദ്രത്തിൽ മാത്രമല്ല സംസ്ഥാനങ്ങളിലും BJP തന്നെ ഭരിക്കണമെന്ന്. ബീഹാറിൽ BJP, കേന്ദ്രത്തിൽ BJP സ്വന്തമാണ് അദാനി. സംഭവിച്ചില്ലേ അത്ഭുതമുള്ളൂ. നമ്മൾ ഓർക്കണം, കഴിഞ്ഞ 15-ാം തീയതി പ്രധാനമന്ത്രി ബീഹാർ സന്ദർശിച്ചു. അപ്പോ കർഷക പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ ശക്തമായ പോലീസ് കാവലായിരുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ വീട്ടു തടങ്കലെന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നല്ലേ? സെബിയുടെ കാര്യമാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ ഏജൻസികളെയും എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും ഇപ്പോ പൂർണ്ണമായും കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാണ്. ഇലക്ഷൻ കമ്മീഷന്റെ അവസ്ഥ കണ്ടുകൊണ്ടിരിക്കുക. ഇതാ രാഹുൽ ഗാന്ധി വീണ്ടും ഇലക്ഷൻ കമ്മീഷനെതിരെ ആഞ്ഞടിക്കുന്നു. ആദ്യം അദ്ദേഹം പറഞ്ഞത് അനധികൃതമായി വോട്ട് ചേർത്തവർക്കെതിരെയാണെങ്കിൽ, ഇന്നേ ദിവസം പറയുന്നത് കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള ആയിരക്കണക്കിന് ആളുകളുടെ പേര് നീക്കം ചെയ്തുവെന്നാണ്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അദ്ദേഹം പറയുന്നത് തെറ്റാണെങ്കിൽ ശ്രീമാൻ ഇലക്ഷൻ കമ്മീഷണറുടെ ഔദാര്യമൊന്നും ആവശ്യമില്ല. കേസെടുക്കുക, FIR രജിസ്റ്റർ ചെയ്യുക, നടപടി എടുക്കുക. എന്തേ എടുക്കുന്നില്ല? അതിന്റെ അർത്ഥം അദ്ദേഹം പറയുന്നതിൽ കാര്യമുണ്ട് എന്നല്ലേ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ ഗവൺമെന്റിനെതിരെയല്ല, പ്രധാനമന്ത്രിക്കെതിരെയുമല്ല, ഒരു ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷനെതിരെയാണ്. അപ്പൊ തീർച്ചയായും ആ സ്ഥാപനത്തിന് മറുപടി പറയേണ്ടതാണ്. പത്രക്കാരെ പോലും നേടാൻ കഴിയുന്നില്ല നമ്മുടെ ജ്ഞാനേഷ് കുമാറിന്. അത് ഓടി രക്ഷപ്പെടുകയായിരുന്നു. പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി ഒരിക്കലും പ്രസ് മീറ്റ് നടത്തുകയില്ലാത്തത്. ഒരുപാട് അൺപ്ലസന്റ് ക്വസ്റ്റ്യൻസിന് ഉത്തരം പറയേണ്ടി വരും. തനിക്കിതിനാവില്ല എന്ന് പ്രധാനമന്ത്രിക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എന്നാണ് ഒരു പ്രസ് മീറ്റ് നടത്തിയത് എനിക്ക് ഓർമ്മയില്ല. അടുത്ത കാലത്തൊന്നും നടത്തിയിട്ടില്ല. നടത്തിയിട്ടേ ഉണ്ടോ എന്ന് സംശയമാണ്. അപ്പോ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടോ എന്ന് ഓർക്കുക. അതാണ് ആത്യന്തികമായ ഫലം എന്ന് പറയുന്നത്. ജനത്തിന് ഒരു കാര്യം വ്യക്തമായി, ഇപ്പോൾ നമ്മളെ ഭരിക്കുന്ന ഗവൺമെന്റ് ശരിയായ രീതിയിൽ ജനായത്തപരമായി തിരഞ്ഞെടുക്കപ്പെട്ടതല്ല. തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഭൂരിപക്ഷമാണ് അവരുടേത്, ജനഹിതമല്ല. അല്ലെങ്കിൽ അവർ തെളിയിക്കട്ടെ. തെളിയിക്കാനുള്ള ബാധ്യത ഗവൺമെന്റ് തന്നെയാണ്. എവിടെ? ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. താങ്ക് യു.